ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ് എന്ന വാക്യം ഉച്ചരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കവി ആയിത്തീരുന്നത്. ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ. ചെറിയ ഒരു താളവ്യത്യാസമേ ഉള്ളൂ. ഒരു നല്ല കവി നിശ്ചയമായിട്ടും ചെയ്യേണ്ടത് അയാളുടെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അയാൾക്ക് കിട്ടാവുന്ന ഇത്തരം ഉപായങ്ങളൊക്കെ അയാൾ സ്വീകരിക്കണം. ഇരുളും മെല്ലെ വെളിച്ചമായി വരും. അതും ഗദ്യവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. കുമാരനാശാൻ്റെ കവിതകളൊക്കെ മധുസൂദൻ നായരൊക്കെ പാടാറുണ്ട്, പല പാട്ടുകാരും പാടാറുണ്ട്. പക്ഷെ അതൊക്കെ വലിയ തരത്തിൽ അതിനോട് അനീതി ചെയ്യുന്നതായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ലോറിക്കടിപ്പെട്ടരഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് ഉദിക്കെടുത്തുന്നു പാതവിളക്കുകൾ. എന്തൊരു ഇൻറ്റൻസിറ്റിയുള്ള ഇമേജാണ് അത്. ഇൻറ്റൻസിറ്റിയാണ് ബാലേന്ദ്രനെ നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്ന ഒരു കാര്യം. തീക്ഷ്ണത, തീക്ഷ്ണചന്ദ്രൻ എന്നാണ് പറയാൻ ഇഷ്ടപ്പെടുക. എൻ്റെ വാക്യങ്ങളൊക്കെ ധ്വനികളുള്ളതാണ്. ഇതാണ് വലിയ വ്യത്യാസം. ഞാനും ഗാന്ധിയും രക്തസാക്ഷികളായത് ഇന്നാണ്, ആഘോഷിക്കണ്ടേ? അവൾ ചോദിച്ചു. ഒരു ജനുവരി 30-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഗാന്ധിക്ക് ചുമതല കൂടുകയാണ്. ഇനി നിങ്ങളുടെ വിവാഹ വാർഷികവും ഓർമ്മിക്കണം. അന്ന് ആരോ ആശംസിച്ചു. അത്ഭുതവാക്യങ്ങൾ എന്നെ കവിതയിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഈ അത്ഭുതം ഇല്ലെങ്കിൽ എനിക്കത് കവിതയല്ല. നമസ്കാരം. ഏഷ്യാസ് ഫസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാഡിസം ഒരുക്കുന്ന ഈ സാഹിത്യോത്സവത്തിൻ്റെ 1-ാം പതിപ്പിലേക്ക് ഇൻ്റർനെറ്റിൽ പൗരത്വമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കൊപ്പമുള്ളത് സ്വന്തം വീട്ടിലും നാട്ടിലും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കവിതയിൽ കഴിഞ്ഞ കൽപ്പറ്റ നാരായണ മാഷാണ്. മലയാള കാവ്യ ഭൂപടത്തിലെ ഏകാന്ത ചൈതന്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന എഴുത്തുകാരൻ. ഒരു വായനക്കാരരെ തോളിൽ തട്ടി കവിതയുടെ ഒളിപ്പിച്ചു വെച്ച അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരു പ്രബുദ്ധതയിലേക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ കവി. നമുക്ക് കവിതയെക്കുറിച്ചും കവിതയിലെ ഭാഷയെക്കുറിച്ചും മറ്റ് ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനുള്ള ഒരിടമായിട്ട് ഈ ഫെസ്റ്റിവലിനെ കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഭാഷയിലെ വാക്കുകൾ നിരത്തി വെച്ചാൽ കവിതയാവില്ല. ഇപ്പോൾ ഒരു ഗദ്യത്തിൽ നിന്ന് അതിൻ്റെ വൃത്തമോ താളമോ ഒന്നുമല്ല ഒരു കവിതയെ സൃഷ്ടിക്കുന്നത് എന്ന് മാഷൊരിക്കൽ എഴുതിയിരുന്നു. അപ്പോൾ ഒരു ഭാഷയിൽ ഒരു രൂപത്തെ ഇത് കവിതയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവും. ആ മുഹൂർത്തം ഏതാണ്, അല്ലെങ്കിൽ ഒന്നിനെ കവിതയാക്കുന്നത് എന്താണ് എന്നാണ് എനിക്ക് അറിയാനുള്ളത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഒരു എക്സസീവ് സിഗ്നിഫയർ ആണ് പോയട്രി. അതായത് അത് ദൂരവ്യാപകമായ ഒരു വാക്യമായിരിക്കും. ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ് എന്ന വാക്യം ഉച്ചരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കവി ആയിത്തീരുന്നത്. അതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വ്യാപ്തിയേറിയ വാക്യങ്ങൾ പറയുക എന്നതാണ് എന്നെ സംബന്ധിച്ച് കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ് എന്ന് എഴുതാൻ മാഷ് ഏറെ വൈകിപ്പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വൈകിയത് എന്തുകൊണ്ടായിരിക്കും? ഈ കവിത എന്ന് പറയുന്ന രൂപം എനിക്ക് വേണ്ടത്ര വഴങ്ങാത്തത് കൊണ്ടാണ്. ഇതിലൊരു എൻലൈറ്റൻമെൻറ്റ് സാധിക്കണം. നമ്മൾ ഇതിലേക്ക് പ്രബുദ്ധനാകണം. അല്ലാത്ത ഒരുപാട് ആളുകൾ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ഒരുപാട് കാലം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കവിതയല്ല എന്ന് എനിക്ക് ബോധ്യമാകുന്നത് ഈ വാക്യം കിട്ടിയതോടുകൂടിയാണ്. ഇങ്ങനെയാണ് കവിത വരേണ്ടത്. ഞാൻ എന്നിൽ നിന്ന് പഠിക്കുകയായിരുന്നു. മറ്റൊരാളിൽ നിന്ന് പഠിക്കുന്നതിന് എനിക്ക് അത്ര താല്പര്യവുമില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് ഈ എൻലൈറ്റൻമെൻറ്റ് സാധ്യമായപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഈ ചാരിതാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ച് ഈ പോയട്രി തരുന്ന വലിയ ധന്യത. അത് എനിക്ക് തോന്നുന്നത് മാഷ് ഒരുപക്ഷെ അതേത് പ്രായത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും ആ വാക്യം? 35 വയസ്സ്. ആ 35 വയസ്സ് വരെ മാഷ് വായിച്ച അല്ലെങ്കിൽ ആ വായന നൽകിയ അസ്വാതന്ത്ര്യമായിരിക്കാം ഒരുപക്ഷെ ആ കവിതയിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം മാഷ് കാണിക്കാതിരുന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. ഞാൻ വായിച്ച നല്ല കവിതകൾ തന്നെ ആയിരിക്കാം എന്നെ തടഞ്ഞുകൊണ്ടിരുന്നത്.
ഇത് കവിതയായിട്ടില്ല എന്ന ബോധ്യം എന്നിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വലിയ സങ്കോചത്തോടു കൂടി സാഹിത്യത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഈ സങ്കോചം മാറാൻ ഇത്രയധികം വർഷങ്ങളെടുത്തു. പക്ഷേ അതിൻ്റെ ബെനിഫിഷ്യറിയാണ് ഞാൻ. സത്യത്തിൽ ഒരു ഗുണഭോക്താവാണ് ഞാൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 72 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പ്രായമായിട്ടില്ല എഴുത്തിനെ സംബന്ധിച്ച്. അന്ന് എങ്ങനെ കവിത വന്നിരുന്നുവോ അതിലേറെ ഉദാരമായിട്ട് എനിക്ക് കവിത വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വൈകി തുടങ്ങിയത് നന്നായി. ഒരു പക്ഷേ 70 വയസ്സിലൊക്കെ ഒരു പോയട്രി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ലോകത്തിൽ അത്ര സാധാരണമായ ഒരു കാര്യമാണ്. എന്നെപ്പോലെ 70 കഴിഞ്ഞപ്പം കൂടുതൽ പ്രൊലിഫിക്കായി തീർന്ന ഒരാൾ എന്ന് പറയുമ്പോൾ വൈകി തുടങ്ങിയത് കൊണ്ടായിരിക്കണം അത്. ഈ ട്രാക്കിൽ കുറേ ഇപ്പുറത്തുനിന്നാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ അവർക്കൊപ്പം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരർത്ഥത്തിൽ അങ്ങനെ നോക്കിയാൽ ഒരു യുവകവിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിലും അങ്ങനെയാണ് കവിത. യുവാക്കളെ എന്നെ ശ്രദ്ധിക്കാറുള്ളൂ, പിന്നെ വൃദ്ധന്മാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമില്ല. അപ്പോൾ ഈ യൗവനം തന്നെയാണ് എഴുതുന്നത്. മാഷ് ഇപ്പോൾ വൃദ്ധന്മാരെ കുറിച്ച് പറഞ്ഞു. ഈ വൃദ്ധത്വം എന്ന് മാഷ് തന്നെ എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത്. അതായത് നമ്മൾ ഒരു അഭിവൃദ്ധിയിലേക്ക് വളരുന്നതിനെയാണ് അല്ലേ? പക്ഷെ നമ്മളെപ്പോഴും കവിത ഇങ്ങനെയൊക്കെ വളരെ സവിശേഷമായ മൗലികമായ ഒരു മാധ്യമമാണെന്ന് മാഷെപ്പോലുള്ള ആളുകൾ പറയുമ്പോഴും ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ മലയാള ഭാഷയിൽ നോക്കിയാൽ ഏറ്റവും ആദ്യം ഒരാൾ ഭാഷയിൽ പരിശീലിച്ച് തുടങ്ങുന്നത് ഈ മാധ്യമം എളുപ്പമാണ് എന്നതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കുറച്ചേ ഉള്ളൂ എന്നതായിരിക്കാം അതിന് ഒരു കാരണം. രണ്ടാമത്തേത്, എഫർട്ട്ലെസ് ആയിട്ടാണ് സാധാരണഗതിയിൽ കവിത വരിക. അപ്പോൾ ഈ എഫർട്ട്ലെസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനോട് അത് അനായാസമാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു ആളുകൾക്ക്. പിന്നെ കവിത സുലഭമാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകാം അതിന്. ഏതായാലും ആളുകൾ നിസ്സംഗം കവികളായി തീരുകയാണ് ചെയ്യുക. അവർക്ക് വലിയ അപ്രിയമാണ് അത് കവിതയല്ല എന്നറിയുമ്പോൾ. പക്ഷേ ഞാനൊരു ക്രിട്ടിക്കായിട്ട് തുടങ്ങിയ ആളായതുകൊണ്ട് തന്നെ വളരെ സംശയത്തോടും സന്ദേഹത്തോടും കൂടിയാണ് കവിത നോക്കിയിട്ടുള്ളത്. കവിതയെക്കുറിച്ച് ക്രമേണ ഒരു പക്ഷേ ഈ അത്ഭുത വാക്യങ്ങളാൽ പ്രചോദിതനായിട്ടാണ് ഞാൻ കവിതയിലേക്ക് വരുന്നത്. അത് പ്രോസിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ ഒ വി വിജയൻ്റെ, ബഷീറിൻ്റെ, മേധുരി രാധാകൃഷ്ണൻ്റെ ഇവരുടെയൊക്കെ അത്ഭുത വാക്യങ്ങളാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. പിന്നെയാണ് ഞാൻ ഉണ്ണായി വാര്യരെ പോലെ ഒരു വലിയ കവിയിലേക്ക് എത്തുന്നത്, കുമാരനാശാനിലേക്ക് എത്തുന്നത്, എൻ്റെ സമകാല ലോകത്തുള്ള കവികളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ അത്ഭുത വാക്യങ്ങൾ എന്നെ കവിതയിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഈ അത്ഭുതം ഇല്ലെങ്കിൽ എനിക്കത് കവിതയല്ല. എങ്ങനെ ഇത് സാധിച്ചു എന്ന തോന്നൽ എനിക്ക് തന്നെ ഉണ്ടാകാത്ത ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല. കരുതിയിരുന്നാൽ വരുന്നതല്ല ബുദ്ധനെക്കുറിച്ചുള്ള ആ കവിത. എത്ര ആലോചിച്ചാലും കിട്ടുന്നതല്ല കവിത. ആലോചിച്ചാൽ കിട്ടാത്ത എന്നാൽ സംഭവിക്കുന്ന ഒരു ഭാഷയാണ് കവിത. ആ ഭാഷയാകട്ടെ ഇങ്ങനെ ദൂരങ്ങളോളം സഞ്ചരിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഭാഷയും ആണ്. അങ്ങനെയൊക്കെയാണ് കവിതയിലേക്ക് ഞാൻ വശീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം. കുറച്ച് പറയാനുള്ള വലിയ താല്പര്യം എനിക്കുണ്ട്. അധികം പറയുമ്പോൾ ഞാൻ ആകെ മറ്റൊരാൾ പറയുമ്പോഴും ഞാൻ കഷ്ടത്തിലാവും. ഞാൻ പറയാറുമില്ല. ഇങ്ങനെ ഹൃദയമിടിപ്പോട് കൂടിയാണ് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുക. അധികം സമയമെടുക്കുന്നല്ലോ. ഗാന്ധി പറയുന്നത് പോലെ ആർഭാടത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ മോഷ്ടിക്കുകയാണ് മറ്റുള്ളവരുടേത് എന്നതിന് സമാനമായി ഞാൻ സമയമില്ലാത്തവരുടെ സമയമാണ് അപഹരിക്കുന്നത് എന്നൊരു തോന്നലുണ്ട് എനിക്ക്. അതുകൊണ്ട് ഏറ്റവും അർത്ഥവത്തായിട്ട് സമയം ചെലവഴിക്കുന്ന മാധ്യമം പോയട്രിയാണ്. ഇങ്ങനെ പറയുമ്പോൾ അതായത് ഇത്രയും, അതായത് ഒരു ഘട്ടത്തിൽ ഒ വി വിജയനും മേതിലും മാധവിക്കുട്ടിയും ഒക്കെ ആയിരുന്നു എൻ്റെ കവികൾ എന്ന് പറയുമ്പോൾ അവരുടെ മാധ്യമം മാധവിക്കുട്ടിയുടെ മേതിലിൻ്റെ അതായിരുന്നു, ബഷീറിൻ്റെത് കവിതയായിരുന്നില്ല. ബഷീറിനെ കുറിച്ച് മാഷ് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒ വി വിജയനൊക്കെ കഥ, നോവൽ, അതിൻ്റെ വേറൊരു ആഖ്യാന ഭൂപടമായിരുന്നു. പക്ഷേ എൻ്റെ കവികളായിരുന്നു എന്ന് കൽപ്പറ്റ മാഷ് എഴുതിയിട്ടുകൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പേപ്പർ കിട്ടിയിരുന്നു, ഒരു പരസ്യമാണ്. അതിനകത്ത് മാധവിക്കുട്ടിയുടെ ഒരു വരിയുണ്ട്, ഈ കടലിനടുത്ത് ആയതുകൊണ്ട് അത് അവരങ്ങനെ ചേർത്താണെന്ന് തോന്നുന്നു. ഞാൻ നീല സാരി ഉടുക്കുമ്പോൾ കടലിനെ ഉടുക്കുകയാണെന്നും പച്ച സാരി ഉടുക്കുമ്പോൾ ഞാൻ വനത്തെ ഉടുക്കുകയാണ് എന്ന് വായിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു. അപ്പോൾ ഈ മാധ്യമ വ്യത്യാസം, അതായത്
അത് കവിതയാണ്, അല്ലെങ്കിൽ ആ വരികൾ കവിതയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ നോവൽ, കവിത, കഥ എന്നുള്ള ഇതിനകത്തൊരു അതിർത്തി അങ്ങനെയാണെങ്കിൽ ആവശ്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എൻ്റെ ഇവിടം എന്നുള്ള നോവലായാലും ഇത്രമാത്രം എന്നുള്ള നോവലായാലും എൻ്റെ പ്രബന്ധങ്ങളാണെങ്കിലും ഒക്കെ കവിതയിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ലാത്ത ഒരു ഭാഷയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. വിജയൻ്റെ നോവൽ അങ്ങനെയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം ആദ്യത്തെ വാക്യം മുതൽ കൂമൻകാവിൽ ബസ് ഇറങ്ങിയപ്പോൾ ഇത് അപരിചിതമായ ഒരു സ്ഥലമായി തോന്നിയില്ല എന്നൊക്കെ വളരെ സൂക്ഷ്മതയോടെ അവസാനം വരെ ബസ് വരാനായി കാത്ത് കിടന്നു എന്നുള്ളത് ഗദ്യത്തിലെ വരിയല്ല, പോയട്രിയിലെ വരിക. ഇത്തരം വാക്യങ്ങൾ കൊണ്ടാണ് വിജയൻ എഴുതിയിട്ടുള്ളത്. അത് വന്ന് ഭവിക്കാൻ വേണ്ടി 12-13 വർഷത്തോളമാണ് അയാൾ കാത്തിരുന്നത് ഈ മിനുക്ക് പണി ചെയ്യാൻ. അപ്പോൾ ഭാഷയിലുള്ള ഈ ഒരു ധ്യാനം ഇവരൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാധവിക്കുട്ടിയാണെങ്കിലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പക്ഷേ വിസ്മയിപ്പിച്ചുകൊണ്ട്, അവരെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ജോബിഷിനെ ആ വരി അമ്പരപ്പിച്ചതുപോലെ അവരെ തന്നെ അമ്പരപ്പിച്ചിട്ടാണ് ഇത് വരുന്നത്. അല്ലേ? അവർ പ്രതീക്ഷിച്ച വരികളല്ല ഇത്. ഈ വരികളുടെ ഒരു പ്രചോദനമാണ് അവരെ തുടർന്ന് എഴുതിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അത് തന്നെയാണ് വായനക്കാരനെയും അതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, വളരെ അനൈച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ് പോയട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ പറയാം എന്ന് തോന്നുന്നു, പോയട്രിയെക്കുറിച്ച് നമുക്ക് വലിയ അവകാശവാദമൊന്നും വേണ്ട. അത് നമ്മളെ ഉപയോഗപ്പെടുത്തി ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയേണ്ടത്. ഒരു ബൾബിനെ ഉപയോഗപ്പെടുത്തി വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നത് പോലെ എന്നെ ഉപയോഗപ്പെടുത്തി വെളിച്ചം പ്രത്യക്ഷപ്പെടുന്ന ഒരു മാധ്യമമാണ്, ഒരു മാധ്യമമാണ്. അതെ, ഇരുട്ടിലേക്ക് തൊടുത്തുവിടുന്ന അതെ ഒരു മാധ്യമമാണ് കവിത. അപ്പോൾ അത് പറയുമ്പോൾ അതായത് കവിത വായിക്കുമ്പോൾ നമ്മൾ നോവൽ, ഒരുപക്ഷെ നോവലും കഥയൊക്കെ വായിക്കുന്നതിനേക്കാൾ അധികമായി മറ്റൊരു നിലയിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു നിലയിൽ ഉയർത്താൻ, അല്ലെങ്കിൽ അത് ആസ്വാദകനെ വേറൊരു നിലയിൽ ഉയർത്താനുള്ള ശേഷി കവിതയ്ക്ക് അധികമുണ്ട് ഇതിനേക്കാൾ എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. 5-10 വരികളിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വരിയാണ് ഞാൻ എടുക്കുക. ഇപ്പോൾ ലേഖനത്തിലാണെങ്കിൽ 10 വരികളും ഉണ്ടാകും, നോവലിലാണെങ്കിലും ഉണ്ടാകാം. പക്ഷേ ആ വാക്യങ്ങൾക്ക് പകരമായി എല്ലാ വാക്യത്തിൻ്റെയും സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് സ്വീകരിക്കുക. ഇപ്പോൾ ആശ്വാസം പോലെ ഒരു കവിതയിൽ അതിൽ ഓരോ വാക്യവും പല വാക്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, അങ്ങനെ ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, അതിൻ്റെ പിന്നിൽ ഒരുപാട് ഓർമ്മകളാണ്. ഇങ്ങനെ ഈ ഓർമ്മകളുള്ള പല വാക്യങ്ങളാവാം, പക്ഷെ അതിനെയൊക്കെ തിരസ്കരിച്ച് ഒരു വാക്യം സ്വീകരിക്കുക. ഇങ്ങനെ അടുത്ത വാക്യം ഇങ്ങനെ ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കുക. അങ്ങനത്തെ ഒരുപാട് വാക്യങ്ങളിൽ നിന്ന് ഈ ഒരു വാക്യം ഞാൻ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഒരു പ്രതിനിധാനക്ഷമത കൂടുതലാണ്, പ്രതീകാത്മകത കൂടുതലാണ്. ഇതാണ് ഗദ്യത്തിലെ ഒരു വാക്യത്തെ അപേക്ഷിച്ച് കവിതയിലെ ഒരു വാക്യത്തിനുള്ള സവിശേഷത. ഇങ്ങനെ ഒരു വാക്യത്തിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴും നേരത്തെ മലയാളത്തിൽ വളരെ പേര് കേട്ട എഴുത്തുകാർ അവരാ വാക്യത്തിനെ സ്വീകരിക്കുമ്പോൾ താളത്തിനെയും കൂടി ചേർത്ത് വെച്ച് ആഖ്യാനവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ മാഷിലേക്ക് എത്തുമ്പോൾ അങ്ങനെ സംഗീതത്തിൻ്റെ ഒന്നും സാന്നിധ്യം ആവശ്യമില്ലാതെ എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് സ്വതന്ത്രമായി എന്ന് കരുതുന്നത് എന്തുകൊണ്ടാവാം? അതിന് ഒരു കാരണം, ഞാൻ ഏതുതരം വാക്യങ്ങളാലാണോ ആദ്യം വശീകരിക്കപ്പെട്ടത് ആ വാക്യങ്ങൾ തന്ന സ്വാതന്ത്ര്യമാണ് ഒരു കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ താളബദ്ധമായ കവിതയുടെ ലോകം ഒരു പൂർവ്വകാലം ആയിരുന്നു. പക്ഷേ ഈ പൂർവ്വകാലം വളരെ നീണ്ടതായിരുന്നു. അതിൻ്റെ സ്വാധീനം ഇന്നും ശമിച്ചിട്ടില്ല. പക്ഷേ കേട്ട് അല്ലെങ്കിൽ ഒരു ശ്രാവ്യ കലയായിരുന്നു കവിത എന്ന് ദീർഘകാലത്തെ എക്സ്പീരിയൻസാണ് പാടണം എന്ന് ഒരാൾക്ക് തോന്നിക്കാൻ കാരണം. ആ ദീർഘകാലം എന്നെ ബാധിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ദീർഘകാലത്ത് എഴുതപ്പെട്ട വരികളും വായിച്ചത് ഈ ഞാൻ എഴുതുന്ന തരത്തിലുള്ള ഒരു താളമില്ലായ്മയോടുകൂടി ആണ്.
പിന്നെ ഇങ്ങനെ ഓരോ ഇപ്പം പിന്നെ ഉണ്ണായിവാരുടെ ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ, ചെറിയ ഒരു താള വ്യത്യാസമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. ഞാനിങ്ങനെയാണ് എല്ലാ കവിതകളും വായിച്ചിട്ടുള്ളത്. ഇരുളും മെല്ലെ വെളിച്ചമായി വരും, അതും ഗദ്യവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ വായിക്കുന്ന ഒരു ശീലം എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിലൂടെയും ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന തരം വരികൾ ആണ്. അതെനിക്ക് ധൈര്യം തന്നു. അതിലുള്ളതല്ല ഈ പാടുന്നത്. ഈ പാടുന്ന ആളുകൾ പലരും അത് ഉൾക്കൊള്ളുന്നുമില്ല. ഞാൻ കൗതുകത്തോടു കൂടി ശ്രദ്ധിച്ച ഒരു കാര്യം, കവിത പാടുന്ന മധുസൂദൻ നായരെക്കാളൊക്കെ എത്ര അർത്ഥദ്യോതകമായിട്ടാണ് സുകുമാർ അഴീക്കോടും എൻ വിജയനും പ്രസംഗത്തിനിടയിൽ ഓരോ വരികൾ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ്. അത് താളത്തോടു കൂടിയല്ല, പിന്നെ അതിൻ്റെ അർത്ഥം സൂക്ഷ്മമായി അറിഞ്ഞ് അതിൻ്റെ സൂചനകൾ ഉൾക്കൊണ്ട് അവർ പറയുകയായിരുന്നു ചെയ്തിരുന്നത്. അതും എനിക്കൊരു പാഠശാലയായി മാറി. ഈ സംഗീതം പാടുന്നവർ അതിലേക്കൊന്നും എത്താറില്ല. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിതകളൊക്കെ മധുസൂദൻ നായരൊക്കെ പാടാറുണ്ട്, പല പാട്ടുകാരും പാടാറുണ്ട്. പക്ഷെ അതൊക്കെ വലിയ തരത്തിൽ അതിനോട് അനീതി ചെയ്യുന്നതായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. കരുതുവതിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചത് നിന്നിടാവിചാരം പരമഹിതമറിഞ്ഞുകൂടാ. ഇങ്ങനെ നിർത്തി ഓരോ ആകാംക്ഷയെയും നിർത്തി അറിയിച്ചതിന് ശേഷമാണ് അടുത്ത ഇടത്തേക്ക് പോവുക. അതോടുകൂടി കവിത ഞാൻ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് കുട്ടികൾക്ക് ഇത് സംവേദനം ചെയ്യുന്നത്. സംഗീതം അപ്പോഴേക്കും അതിൽ നിന്ന് പൂർണ്ണമായി വിമോചിതമായി കഴിഞ്ഞു. അപ്പോൾ സംഗീതത്തിൻ്റെ കൂട്ട് കവിതയിൽ നിന്ന് അകറ്റുന്നു. സംഗീതമില്ലാത്ത അതിൻ്റെ അർത്ഥത്തിൽ ആണ്ട് മുങ്ങി കണ്ണ് ചിമ്മിയിട്ടാണ് ചൊല്ലണത്. ആ ആണ്ട് മുങ്ങൽ അതുപോലെ തന്നെ കേൾവിക്കാരിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോഴെന്തിനാ സംഗീതം എന്ന ചോദ്യം എന്നിൽ ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞതിപ്പോൾ കരുതുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം എന്ന ഒരു താളത്തിൽ ആ സംഗീതത്തെ അകറ്റിക്കൊണ്ടാണ് അന്നത്തെ കവികൾ അതിനെ ആന്തരികമായി സ്വീകരിച്ചതെങ്കിലും ആ കവിതയോട് വായനക്കാരെ അടുപ്പിക്കുന്നത് അതിൻ്റെ സംഗീതമായിരിക്കാം. പുതിയ കാലത്ത് ഈ സംഗീതത്തെ വിമോചിപ്പിച്ച് കവിതയെ സ്വതന്ത്രമാക്കിയപ്പോൾ വായനയിൽ നിന്ന്, ആളുകളുടെ ഓർമ്മയിൽ നിന്ന് ഒരുപക്ഷെ ഈ കവിതകൾ പുറത്തേക്കായിപ്പോയതായിട്ട് തോന്നിയിട്ടില്ലേ? എനിക്ക് അതിലും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഈ കഥന ഭംഗി ഉണ്ടായിരുന്നു നേരത്തെ കവിതകൾ. ഇപ്പോൾ മാമ്പഴമൊക്കെ ആളുകൾ വായിച്ചിരുന്നത് അതിലെ കഥ അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാകാവ്യങ്ങളായിരുന്നു ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നത്. ഈ ലിറിക്കുകൾ ആരംഭിച്ചപ്പോഴാണ് കഥനം കുറഞ്ഞത്, ഭാവാവിഷ്കാരം വരുന്നത്. അപ്പോൾ അത് വായനയെ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതും അത് കവിത വായനക്കാരല്ല ഈ പറയുന്നത്, എന്നാൽ പോലും സംഗീതം അത്ര സ്വാധീനമുള്ളതല്ലേ. സംഗീതം അത്ര വലിയൊരു മാധ്യമമാണ്. ശബ്ദം ആണ് സംഗീതമായിട്ട് മാറുന്നത്, വാക്കാണ് കവിതയായിട്ട് മാറുന്നത്. വാക്കുകളൊക്കെ മെറ്റഫേഴ്സാണ്. ഈ കവിതയിൽ അത് മെറ്റഫറായിട്ട് തന്നെ വിരിഞ്ഞു നിൽക്കും. മറ്റത് ശബ്ദബ്രഹ്മമാണ്, അത്ഭുതമായിട്ട് ഈ ശബ്ദമാണ്. ഈ പാടുന്ന കവിതകളിൽ ഈ ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഗീതകാരന് നമ്മുടെ ചെവി അയാൾ കൊണ്ടുപോകും. അപ്പം നമ്മളതിൽ വഴങ്ങും. പക്ഷേ അതല്ല ഈ ഉണ്ണായി വാര്യരുടെയോ കുമാരനാശാൻ്റെയോ അല്ലെങ്കിൽ KG ശങ്കരപ്പിള്ളയുടെയോ TP രാജീവൻ്റെയോ ഒക്കെ കവിത അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മളിപ്പോൾ ഒരു താതവാക്യം ചുള്ളിക്കാടിൻ്റെത് എടുക്കുമ്പോൾ അച്ഛൻ്റെ കാലപുരവാസി കരാള രൂപം സ്വപ്നത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗീതത്തിൻ്റെയോ ശബ്ദത്തിൻ്റെയോ സാന്നിധ്യം കൊണ്ട് കടമ്മനിട്ടയുടെ കവിതകളൊക്കെ അന്ന് കുറച്ചുകൂടി ജനത്തെ അല്ലെങ്കിൽ വായനക്കാരെ ആ കവിതയുമായി അടുപ്പിക്കുന്നതിലും ഒപ്പം ആ കവിത അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കലാ സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയുള്ള എൻ്റെ ഒരു ഉണ്ടോ എന്നുള്ളത് അവിടെ എൻ്റെ ഒരു വിയോജിപ്പ്, ഞാൻ ഈ കവികളോടൊക്കെ ഒപ്പം എൻ്റെ കവിത വായിച്ചിട്ടുണ്ട്. ആശ്വാസം പോലെ ഒരു കവിത വായിക്കുമ്പം
താതവാക്യമൊക്കെ നിഷ്പ്രഭമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറും നിങ്ങൾ പറയുന്ന മുക്തഛന്ദസ്സിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പുക കൂടി വായിച്ചപ്പോൾ, ബോംബെയിൽ വെച്ച് വായിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെടുന്നു. ഓരോ വാക്യവും അവർക്ക് കിട്ടും. ഞാൻ വായിക്കുമ്പോൾ ഓരോ വാക്യവും ആശ്വാസത്തിലേതാണ് അവർക്ക് കിട്ടും. ശൂർപ്പണഖയിലാണെങ്കിൽ അവർക്ക് കിട്ടും. ഇപ്പോൾ ശൂർപ്പണഖയൊക്കെ നാടകമായിട്ട് വരുന്നുണ്ട്, പിന്നെ കവിതയായിട്ട് രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ കിട്ടും. അപ്പം അതിൽ കവിഞ്ഞൊരു കിട്ടലൊന്നും താതവാക്യത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാലേന്ദ്രന് ഒരു വേദി പങ്കിടാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ആശ്വാസം അയാളെ അത്ഭുതപ്പെടുത്തും അല്ലെങ്കിൽ തോൽപ്പിക്കും. താതവാക്യം അതിൻ്റെ തീക്ഷ്ണത കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ബാലേന്ദ്രനെ ഞാൻ തീക്ഷ്ണചന്ദ്രൻ എന്നാണ് പറയാൻ ഇഷ്ടപ്പെടുക. എൻ്റെ വാക്യങ്ങളൊക്കെ ധ്വനികളാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് വലിയ വ്യത്യാസം. മലയാളത്തിലെ അവസാനത്തെ മഹാകവി എന്ന് പി കെ രാജശേഖരൻ ബാലേന്ദ്രനെ അവതാരികയിൽ എഴുതി വച്ചിരുന്നു. ആ കവിതയോടാണ് അല്ലെങ്കിൽ ആ ഭാവുകത്വത്തോടാണ് മാഷ് ഇങ്ങനെ വിയോജിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെയല്ല, പിന്നെ അവസാനത്തെ കവിയാണോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിരുചിയാണ്. നമുക്ക് യോജിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും അതിനില്ല സംശയം. അവിടെയൊക്കെ എനിക്കിഷ്ടമുള്ള വരികളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ വലുതായ സൂചനാത്മകതയാണ്. മറ്റൊരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ ഈ സ്ഥലത്തുള്ളതിനേക്കാൾ സൗന്ദര്യം വർദ്ധിക്കുക എന്ന് പറയുന്ന ഒരു സവിശേഷത കവിതയ്ക്കുണ്ട്. അത് കാരണം ഇത് ധ്വനിയാണ്, കവിത ധ്വനിയാണെന്ന് പറഞ്ഞതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിശകലനം. അതുകൊണ്ട് ഈ ധ്വനി അല്ല, ഒരു തരം ഇൻറ്റൻസിറ്റിയാണ്, ഇമോഷണൽ ഇൻറ്റൻസിറ്റിയാണ് ബാലചന്ദ്രനൊക്കെ ഉള്ളത്. മോശം കാര്യമൊന്നുമല്ല, അത് ആഞ്ഞ് തറയ്ക്കുന്നുണ്ട്. അതെ. പക്ഷേ ധ്വനി എന്ന് പറയുന്നത് ആഞ്ഞ് തറയ്ക്കുകയൊന്നുമില്ല. അതങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ വ്യാപിക്കുന്ന ഒരു സ്വഭാവമാണ് ധ്വനിക്ക് ഉള്ളത്. മാഷിൻ്റെ ഒരു കവിതയുടെ ഒരു സ്വഭാവം തന്നെ ഇപ്പോൾ പറഞ്ഞ വാക്കുകളുടെ ആശയങ്ങളുടെ ഒരു വിസ്ഡത്തിൻ്റെ, അതായത് നമ്മളെ അത്ഭുതപ്പെടുത്തുക, അപ്പോൾ അത് എഴുതിയാളുടേത് അത്ഭുതകരമായി തീരുക എന്ന് പറയുന്ന. ഇപ്പോൾ മാഷിപ്പോൾ സൂചിപ്പിച്ചു ഒരു പുക കൂടി വായിച്ചപ്പോൾ അവർക്ക് വലിയ അത്ഭുതമുണ്ടായി എന്ന്. ഈ പുക കൂടി ഞാൻ നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് മാഷിൻ്റെ ഒരു ലേഖനമായിട്ടാണ് വായിച്ചത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം അത് ഒരു സമാഹാരത്തിൽ ഒരു പുക കൂടി എന്ന് പറഞ്ഞ് അത് കവിതയുടെ രൂപത്തിലാണ് അച്ചടിക്കപ്പെട്ടത്. ആദ്യം ലേഖനത്തിൽ, പിന്നീട് കവിതയിൽ. ഇതെങ്ങനെയാണ്, അതായത് 2 മാധ്യമമായി തീരുന്നത്? അങ്ങനെയാണെങ്കിൽ 2 മാധ്യമമായിട്ടല്ല അത് തീർന്നിരിക്കുന്നത്. കവിതയിൽ ലേഖനമായിട്ട് വന്നപ്പോൾ ഉള്ള വിശദാംശങ്ങളൊക്കെ ഞാൻ വെട്ടിക്കളയുകയും അതിൻ്റെ കാവ്യഗാത്രം നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 3 പേജോളം വരുന്ന ഒരു ലേഖനം. അതിൽ ഈ അതുമാത്രമല്ല മറ്റ് പല ലേഖനങ്ങളും പിന്നീട് ഇതേ കാവ്യരൂപം. ഇപ്പോൾ ഒന്നുമില്ല, ഈ എത്ര വെള്ളം കോരിയിട്ടും ആനന്ദം വന്നില്ല എന്നുള്ള വരി എൻ്റെ ഒരു ലേഖനത്തിലുള്ളതാണ്. പക്ഷേ അതിനൊറ്റയ്ക്ക് നിൽക്കാനാകും എന്നും, അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് സ്വതന്ത്രമായി ഈ മാതങ്കിയുടെ അവസ്ഥ മാത്രമല്ല, മാതങ്കിയുടേതിന് സമാനമായ പല അവസ്ഥകളെയും ദ്യോതിപ്പിക്കാനാകും എന്നും ബോധ്യം വന്നപ്പോൾ ഞാൻ അതിനെ വേർപെടുത്തി വിമോചനം നൽകി കവിതയാക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ ലേഖനത്തിൽ നിന്നും കവിതയെ വിമോചിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ ഒരു ബീഡിയുടെ ആത്മകഥ ആത്മഗതം എന്ന ലേഖനത്തിൽ നിന്ന് ഒരു പുക കൂടി എന്ന കവിതയിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ഈ ആദ്യകാലത്തെ കൽപ്പറ്റ നാരായണ മാഷ് എഴുതുമ്പോൾ ഇതെന്ത് രൂപമായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ധാരണയല്ല 70 കഴിഞ്ഞപ്പോഴുള്ള ധാരണ. ഇതിനി കവിതയുടെ രൂപത്തിലാണോ നിൽക്കുക, അതോ ആ ശരീരത്തിനേക്കാൾ കുറച്ചുകൂടി വിസ്തൃതമായ ഒരു ലേഖനമാണ് എന്ന തീർപ്പിലെത്താൻ ഉള്ളിലെ ഒരു കവിക്ക് വലിയ സന്ദേഹം ഉണ്ടാവും. ഇതേത് സ്ഥലത്താണ് ഈ വാക്കുകളെ കൊണ്ട് ഇരുത്തേണ്ടത്? അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഈ 2 മാധ്യമമാക്കിയിട്ട്? ഞാൻ ആദ്യം എഴുതിയിരുന്ന ഇത്തരം വരികൾ, വാക്യങ്ങൾ കവിതയാണോ എന്ന എൻ്റെ സന്ദേഹം സത്യത്തിൽ തീർത്ത് തന്നിട്ടുള്ളത് ജയമോഹനാണ്. അതിന് ഒരു കാരണം, ഇത്തരം കവിതകൾ അവിടെ സുലഭമായിരുന്നു. തമിഴ്നാട്ടിൽ ഞാൻ എഴുതുന്ന തരം കവിതകൾ മലയാളത്തിൽ സുലഭമായിരുന്നില്ല അന്ന്. അപ്പോൾ ജയമോഹനാണ് എനിക്ക് ഊർജം തന്നത്. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഈ സംഘകാല കവിതയുടെ പാരമ്പര്യം
വാസ്തവത്തിൽ കേരളത്തിൻ്റെതാണ്, പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയത് തമിഴ്നാട്ടുകാരാണ്. ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ പശുവയ്യ, ജ്ഞാനക്കൂത്തൻ, പിന്നെ ഇങ്ങനെ ഒരുപാട് കവികൾ, ദേവദേവൻ, ദേവദത്തൻ, ദേവതാച്ചൻ, ഇങ്ങനെ ഒരുപാട് കവികൾ, ഒന്നാന്തരം കവിതകൾ, മലയാളത്തിനേക്കാൾ വളരെ മുന്നിലായിരുന്നു ആ കാലഘട്ടത്തിൽ തമിഴ് കവിത. അപ്പോൾ ആ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന അവർക്കിഷ്ടമായിട്ടുള്ള കവിത ഇതാണ്. ഇപ്പോഴും തമിഴ്നാട്ടിൽ എൻ്റെ കവിതയ്ക്ക് നല്ല പ്രിയം ഉണ്ട് മലയാളത്തിലുള്ളതിനേക്കാൾ. അപ്പോൾ ആ ആത്മവിശ്വാസം തന്ന ഒരാൾ ജയമോഹനാണ്. പിന്നെ ഞാൻ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഇപ്പോൾ എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ കവിതകളാകും എന്നറിയാം. ഗദ്യത്തിലും കവിതയുണ്ടാവും. എന്നാലും അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മാഷ് പാരമ്പര്യ കവിയാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തിന് കുറച്ചുകൂടി പിന്നിലേക്ക് പോയി അതിനെ ചേർത്ത് വെച്ച് പുതിയ കവിയായി തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആയിരിക്കണം. വാസ്തവത്തിൽ ഈ പ്രാചീന കവികളുടെ സ്വാധീനം കൂടുതലുള്ള ഒരാൾ ഞാനാണ്. ഇപ്പോൾ എഴുത്തച്ഛനാകട്ടെ, ഇനിയൊരു കുറി കാണണമെന്ന് തോന്നിയിടുവിൽ ആവതോ, ഇതിൻ്റെയൊക്കെ ഒരു സംസ്കാരം എനിക്കാണ് കൂടുതലുള്ളത്. ബാലേന്ദ്രനുണ്ട്. ബാലേന്ദ്രൻ ഈ സംസ്കാരം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റൻസിറ്റിയാണ് ബാലേന്ദ്രനെ നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്ന ഒരു കാര്യം, തീക്ഷ്ണത. അപ്പോൾ ലോറിക്കടിപ്പെട്ടരഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് ഉദിക്കെടുത്തുന്നു പാതവിളക്കുകൾ, എന്തൊരു ഇൻറ്റൻസിറ്റിയുള്ള ഇമേജാണ് അത് എന്ന് നോക്കുക. ഇങ്ങനെ ഇൻറ്റൻസിറ്റിയാണ്. എനിക്കാണെങ്കിൽ ധ്വനിയാണ്. ഇപ്പം വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ ബുദ്ധൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ലോകം ആ ധ്വനിക്കുകയാണ്. ഇങ്ങനെ ഈ കവിത നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഈ കഥനശേഷി ഉള്ള ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അത് പൂതപ്പാട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കരുണ എടുക്കുമ്പോൾ ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പെട്ടെന്നൊരു പ്രബുദ്ധതയിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള ഒരു 2 വരി മതി എന്ന്, അല്ലെങ്കിൽ അതിനകത്ത് സംതൃപ്തപ്പെടുന്ന ഒരു കാര്യമായി തീരുമ്പോൾ, ഇതിനകത്ത് ഒരു വലിയ പാരമ്പര്യത്തെ പുറത്താക്കുമ്പോൾ ഒക്കെ കവിതയ്ക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ മൂല്യം കുറയുകയാണോ അതോ അതേത് നിലയിലാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ ഈ 2 വരികളൊക്കെയാണ് പിന്നെ ദുഃഖമാവുക സുഖം ഉളപ്പമണ്ണ് എഴുതുക, അല്ലെങ്കിൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരിക. ഈ വരികൾ ആ കവിതയിൽ നിൽക്കുന്നപ്പോൾ ഉള്ളതിനേക്കാളേറെ ചൈതന്യം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ട്. നിങ്ങൾ അസങ്കടാവസ്ഥയിൽ കഴിയുമ്പോൾ ഒരു കാർഡിൽ ഞാൻ നിങ്ങൾക്ക് ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നുള്ള വരി എഴുതിയാൽ ചിന്താവിഷ്ടയായ സീത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വരി തന്നതിനേക്കാൾ വെളിച്ചം ഈ വരി തരും എന്നതുകൊണ്ട് ഇതിലെ കാവ്യകലയെ ഞാൻ ശരിക്കും സമുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. യോബീഷ് ഒന്നാന്തരം ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്താക്കുന്നില്ല, ആ കാവ്യതയോട് ഒരു നീതികേടും കാണിക്കുന്നില്ല, അതിന് അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാഷ ഇതൊരു ലേഖനത്തിൽ മറവി കൊണ്ട് കഴുകി കറ എന്ന ഒരു സൂചന അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു ഈ പാരമ്പര്യത്തെക്കുറിച്ചും എഴുത്തച്ഛനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പുതിയ കവി ഈ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നത് പോലെ ആ പാരമ്പര്യത്തെ അറിഞ്ഞ് ഒരു കവിത എഴുതുന്നതിലും, അങ്ങനെ വായന അല്ലെങ്കിൽ ഈ ദീർഘകാല പാരമ്പര്യം എൻ്റെ കവിതയെ കുറച്ച് ഭാരമുള്ളതാക്കി തീർക്കും, എനിക്കത് സ്വതന്ത്രമാകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല ഈ പാരമ്പര്യത്തിൻ്റേത് എന്ന് പറഞ്ഞ് നേരിട്ട് കവിതയിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വായനക്കാരല്ലാത്ത കവികൾ കൂടുന്ന ഒരു കാലമല്ലേ ഇത് ശരിക്കും? അതിൽ അവർ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു ചിത്രകാരനെ കണ്ടു അടുത്ത ദിവസം. അയാൾ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ശില്പങ്ങൾ കണ്ട് പഠിക്കാൻ പോയിരിക്കുക. ചിത്രകാരന്മാരൊക്കെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടും ഒക്കെയാണ് അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഏത് ആർട്ട് ഫോമിലും അങ്ങനെയാണ്. കവികളും വേണ്ടത് അവരുടെ മാധ്യമം ഭാഷയാണ്. ഈ ഭാഷ ഏതേത് കൃതികളിൽ ഏറ്റവും ശക്തമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അന്വേഷിച്ച് എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും VKN ഒക്കെ വായിച്ച് ആ ശേഷികൾ സമാർജിക്കുകയാണ് വേണ്ടത്.
ഒരു നല്ല കവി നിശ്ചയമായിട്ടും ചെയ്യേണ്ടത് അയാളുടെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അയാൾക്ക് കിട്ടാവുന്ന ഇത്തരം ഉപായങ്ങളൊക്കെ അയാൾ സ്വീകരിക്കണം. ഈ യാത്ര അയാൾ നടത്തണം. അത് അയാളുടെ ചുമതലയാണ്. അതിൽ നിന്ന് സ്വയം വിമോചിതനായാൽ ഒരു തവണയോ 2 തവണയോ വായിക്കാവുന്ന കാവ്യങ്ങളെ നിങ്ങൾക്ക് കിട്ടൂ. ഓരോ തവണ വായിക്കുമ്പോഴും നവമായ അർത്ഥം ഊറിക്കൊടുന്ന കവിതകൾ നിങ്ങൾക്ക് കിട്ടില്ല. കവിത എന്നത് ഒരു തവണ വായിക്കാനുള്ളതല്ല, ഒരു സിറ്റിങ്ങിനുള്ളതല്ല. ഓരോ സിറ്റിങ്ങും പുതിയ ഒരു അനുഭവത്തിൻ്റെ സിറ്റിംഗ് ആയിത്തീരുന്ന നിരന്തര നവീനമായ ഒരു ഭാഷയാണ് കവിത എന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ നമ്മൾ പ്രയത്നിച്ചേ പറ്റൂ. അത് എഴുത്തുകാരൻ്റെ മാത്രം പ്രശ്നമല്ല, വായനക്കാരും കൂടി ആ ചുമതല അയാളിലേക്ക് കൈമാറേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഒരു പുതിയ കവിതകളെല്ലാം ഈ പറയുന്ന നിലയിൽ പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ വായനയോ ഒക്കെ പുറത്താക്കിക്കൊണ്ട് എഴുതി ആത്മവിശ്വാസം ആർജിക്കുന്നത് കവിത അർഹിക്കുന്ന വായന സമൂഹം ഇവിടെ അവരുടെ ഒരു അഭാവമായിരിക്കാം ഒരുപക്ഷെ ഇതിനെ കവിത എന്ന പേരിൽ നിലനിർത്തുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഏറെക്കുറെ അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കവി എഴുതുന്നെങ്കിലും വായനക്കാരനിൽ ആ കവിത രൂപപ്പെടുകയാണ് ചെയ്യുക. വായനക്കാരൻ്റെ ക്രിയേറ്റിവിറ്റിയോളം മാത്രമേ അയാൾക്ക് ആ കവിത ബോധ്യപ്പെടൂ. ഒരു കോ ക്രിയേറ്ററാണ്, ഒരു ഫോളോവർ അല്ല. ഈ കവിതയ്ക്കാണ് ഇത് ഏറ്റവും പ്രകടം. എൻ്റെ കവിതയാകണമെങ്കിൽ വായിക്കുന്ന ഒരാൾ അതേ തൂക്കത്തിൽ കാവ്യാവബോധം ഉള്ളവരായിരിക്കും. ചിലപ്പോൾ അതിന് മീതെയാണെങ്കിൽ അയാൾക്കിത് പോരാ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കവിത വായന, കവിത ആവിഷ്കാരമാണ്. ഈ കവിത വായനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ സാഹിത്യവിദ്യ എന്നാണ് പറയുക. ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ കവിതാ വായനയിലേക്കൊക്കെ മെല്ലെ കുട്ടികളെ ഉയർത്തി എടുക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സാഹിത്യം പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അപ്പോൾ മാഷുടെ ഒരു ജോലി ചെയ്തതാണ്. മാഷിൻ്റെ ആ തൊഴിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കോണിയെല്ലാം അല്ലെങ്കിൽ കോണിയിലൂടെയാണ് ഇതിലെല്ലാം കയറിപ്പറ്റിയതെന്ന് മാഷ് ഒരിക്കൽ എഴുതിയിരുന്നു. കേരളത്തിൽ ഈ സാഹിത്യ അധ്യാപനത്തിൽ മാഷ് മനസ്സിലാക്കിയിടത്തോളം അവരാണോ യഥാർത്ഥത്തിൽ ഈ ഭാവുകത്വത്തെ ഏതോ ഒരു നിലയിൽ പരിക്കേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭാഷയുടെ ആത്മാവറിയാതെ അനാട്ടമി മാത്രം അറിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ ഏതെങ്കിലും നിലയിൽ തോന്നിയിട്ടുണ്ടോ? അത് ചില ചോദ്യങ്ങൾക്ക് പാകമാക്കി കവിതയെ വായിക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വഴി അവർ കവിതയോട് വലിയ അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ സ്വതന്ത്രമായ ഒരു വായന സാധ്യമല്ല. ഇത് അവരുടെ ഡ്യൂട്ടി ആയതിനാൽ. വാസ്തവത്തിൽ കാവ്യാസ്വാദനം ഒരു വർക്കാണ്, ഡ്യൂട്ടി അല്ല. പക്ഷേ ഈ അധ്യാപകർ അതിനെ ഡ്യൂട്ടിയായി എടുക്കുന്നു. അങ്ങനെ ഏതാനും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആയി എടുക്കുന്നു. അങ്ങനെയൊക്കെ സമീപിക്കുന്നതോടുകൂടി അവർക്ക് ഇതിലെ കവിതയോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. സാഹിത്യ അഭിരുചിയുള്ളവരല്ല സാഹിത്യ അധ്യാപകരിൽ ഭൂരിഭാഗവും. ഇതൊരു കേവലം ചുമതലയാണ്. ചുമതലയിലൂടെ ഈ സംഗതി നടക്കുമ്പോൾ സാധ്യമാവില്ല കവിത ആസ്വദിക്കാൻ. മാത്രമല്ല, പുതിയ കാലത്ത് പാഠപുസ്തകങ്ങളിൽ മികച്ച കവിതകൾ പ്രത്യക്ഷപ്പെടുന്നില്ല. സമകാലിക കവിതകൾ പാഠപുസ്തകത്തിൽ വരുന്നതിനോട് ഞാൻ എതിർക്കുന്നു. എന്താന്ന് പറഞ്ഞാൽ വളരെ കാലത്തെ സമ്മതം കിട്ടണം ഒരു കവിതയ്ക്ക്. എന്നാലേ അത് സ്വീകാര്യമാകാൻ പാടുള്ളൂ, സ്വീകാര്യമാവും. അതുകൊണ്ട് അങ്ങനെ സ്വീകാര്യമായിട്ടുള്ളതേ പാഠപുസ്തകത്തിലുണ്ടാവും. ഈ കഴിഞ്ഞ കൊല്ലം എഴുതിയ ഒരാളുടെ കവിത കൊടുക്കുമ്പോൾ അതിനൊരു സമ്മതിയും കിട്ടിയിട്ടില്ല. അത് കുട്ടികളെ കവിതയിൽ നിന്നകറ്റും. കാലം നൽകുന്ന ഒരു സമ്മതിയാണ്. അതാണ് കുമാരനാശാൻ എഴുതുന്ന കാലത്ത് ഒരു അൺപോപ്പുലറായ ഒരാളായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ഏറ്റവും ഇന്ന് ഏറ്റവും സമകാലികനായ കവിയാണ്. ഈ സമകാലികത കവിതയിൽ ഉണ്ടാവണം. അത് കാലം ചെല്ലുമ്പോഴേ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞിട്ടുള്ളതേ പാഠപുസ്തകത്തിൽ വരാവൂ. അങ്ങനെ വന്നാലേ അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രചോദനം നൽകും. ഇപ്പോൾ സമകാലികമായ ഒന്നും സാർവകാലികമാകണമെന്നില്ല, ഉറപ്പല്ല. അത് നിശ്ചയിക്കാൻ സമകാലത്തുള്ള ഒരാൾക്ക് സാധ്യവുമില്ല. അതുപോലെ നമ്മുടെ കവികളുടെ അസംതൃപ്തിയാണ് ഇതിൻ്റെ ഒരു ശീർഷകം. നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു നോവൽ ഇന്ന് മലയാളത്തിൽ 25-30 പതിപ്പിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഒരു
20 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഖസാക്ക് എന്ന നോവല് 20 പതിപ്പ് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഒരു കവിത ഒരു ആയിരക്കണക്കിന് പതിപ്പുകൾ, നോവലുകളെപ്പോലെ, കഥകളെപ്പോലെ അങ്ങനെ കിട്ടാത്തത് ഒരു കവിയെ സംബന്ധിച്ച് അയാൾ എഴുതുന്ന ഈ മാധ്യമത്തിൽ ഇടപെടുന്ന ഒരു മാധ്യമത്തെ സംബന്ധിച്ച് വലിയ അസംതൃപ്തി ഉണ്ടാക്കില്ലേ ഈ വായനയിലേക്ക് എത്താത്തത്? കവിതയെക്കുറിച്ച് ആ വിധത്തിലുള്ള ഒരു മുൻധാരണ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള വളരെ കുറച്ച് പ്രതിഫലം കിട്ടുന്ന ഒരു മാധ്യമമാണ് കവിത എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ വിധത്തിലുള്ള പ്രശസ്തി കിട്ടില്ല. യഥാർത്ഥ കാവ്യാസ്വാദകരുടെ എണ്ണം വളരെ കുറവാണ്. അവർ ആണല്ലോ നമ്മളോട് ഇഷ്ടമായി എന്ന് പറയേണ്ടത്. കവിതയുടേതല്ലാത്ത വായനക്കാർ നമ്മളോട് ഇഷ്ടമായി എന്ന് പറയണം എന്നാണ് കവിതയ്ക്ക് പ്രചാരം കുറവാണ് എന്ന് പരിഭവിക്കുന്നവർ അർത്ഥമാക്കുന്നത്. കവിതയ്ക്ക് കുറച്ച് ആസ്വാദകരേ ഉള്ളൂ. നല്ല സെൻസിബിലിറ്റി വേണം അതിന്. കാവ്യഭാവുകത്വമുള്ള ഒരാൾക്ക് കവിതയെക്കുറിച്ച് പറയാൻ അർഹതയും ന്യായവും ഉള്ളൂ. അതുകൊണ്ട് അത്തരക്കാർ കുറവാണ്. അതിന് വലുതായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, മുഴുവൻ ജീവിതവും അതിനായിട്ട് സമർപ്പിക്കണം. എന്നാൽ ഫലം കാര്യമായിട്ടൊന്നുമില്ല, വലിയ പ്രതിഫലമൊന്നും കിട്ടില്ല. അങ്ങനെ കാലത്തിലൂടെയാണ് കവിത സഞ്ചരിക്കുക, അങ്ങനെയാണ് അത് പേ ചെയ്യപ്പെടുക. അതിനൊക്കെയുള്ള ക്ഷമ എഴുത്തുകാരന് വേണം. അതുകൊണ്ട് ഇന്ന് ഞാൻ എഴുതിയ ഒരു കവിത ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ദുഃഖിക്കുന്നത് ശരിയല്ല. കവിതയെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ആസ്വാദകരെ സംബന്ധിച്ച് മാഷ് ഒരിടത്ത് എഴുതിയിരുന്നു, ഇതൊരു രതി നിർവൃതി പോലെയാണ് ഈ കവിതയുടെ ആസ്വാദനം എന്നുള്ളത്. അതൊന്ന് ആ ഒരു ആനന്ദത്തോളം ചേർത്ത് വെക്കാൻ പാകത്തിൽ ഈ മാധ്യമത്തെ എങ്ങനെ? കവിത വാസ്തവത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നാം കവിത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സൃഷ്ടി പ്രക്രിയയുടെ ഭാഗമാവുകയാണ് കവിയും വായനക്കാരനായ ഞാനും ചെയ്യുന്നത്. സൃഷ്ടി പ്രക്രിയ ആനന്ദമാണ്. ഈ ഒരു പരമാനന്ദം അനുഭവിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇഷ്ടകവിയിൽ നിന്ന് ഇഷ്ടകവിത ഞാൻ വായിക്കുമ്പോൾ അദ്ദേഹവും ഞാനും തമ്മിൽ ഒരർത്ഥത്തിൽ ഇണചേരുകയാണ് എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ആനന്ദമാണ് കവിത നൽകുന്ന അതാണല്ലോ ജോബിഷ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പുസ്തകമൊക്കെ കാണുമ്പോൾ ഞാൻ മാഷോട് ഒരു ചോദ്യവും കൂടി. മാഷക്ക് ഈ ഞങ്ങളെ ഇത്രമാത്രം ആനന്ദിപ്പിക്കാൻ പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തിലൂടെ, ചിന്തയിലൂടെ, ധ്യാനത്തിൻ്റെ ഒക്കെ പടവുകളിലിരുന്ന് ഈ വാക്കുകളൊക്കെ അല്ലെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ എവിടുന്ന മാഷക്ക് ശരിക്കും കിട്ടുന്നത്? അതേത് വഴി പോയാലാണ് ഞങ്ങൾക്ക് കിട്ടുക? ഞാൻ ആനന്ദിച്ച് വായിച്ചത് കൊണ്ടാണ് ഈ ആനന്ദം നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. ആനന്ദമുണ്ടെങ്കിൽ. കാരണം ഞാൻ അത്ര സന്തോഷത്തോടു കൂടി വായിക്കുന്ന, എന്നെ പ്രചോദിപ്പിക്കാത്ത കൃതികളെല്ലാം ഉപേക്ഷിക്കുന്ന, മിക്കവാറും കൃതികൾ ആദ്യത്തെ 2 പേജിന് ശേഷം ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ 2 വാക്യത്തിന് ശേഷം ഉപേക്ഷിക്കുന്ന കവിതയാണെങ്കിൽ, അപ്പോൾ അങ്ങേയറ്റം എനിക്ക് സന്തോഷമാകുന്നത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ വായന എന്ന അത്ഭുത സുഖം നൽകുന്ന കൃതികൾ എഴുതാനാണ് എനിക്കിഷ്ടം. കാരണം അവരിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ. ഇപ്പോൾ ബോർഹേസിനെയൊക്കെ വായിക്കുമ്പോൾ നല്ല വിടർച്ചയാണ് മനസ്സിനുണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ വിടർച്ച മനസ്സിനുണ്ടാകുന്നതായിരിക്കണം ഞാൻ എഴുതുന്നത് എന്ന പാഠം ഞാൻ പഠിക്കുന്നത് അവരുടെ സ്കൂളിൽ നിന്നാണ്, ഇത്തരം ആളുകളുടെ സ്കൂളിൽ നിന്നാണ്. അങ്ങനെ എനിക്കൊരു വലിയ ഒരു നിര എഴുത്തുകാരുണ്ട്, എൻ്റേതായിട്ടുള്ള പെസോ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകൾ. ആ സന്തോഷത്തിൽ ഞങ്ങളെയും കൂടി ചേർത്ത് വെക്കുകയാണ്. അതെ അതെ. അതിനകത്ത് മാഷ് ഇഷ്ടപ്പെട്ട, ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് നിന്ന് മാഷ് ഇഷ്ടപ്പെട്ട ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കണം. ഇതിനകത്ത് ആദ്യ കവിത തന്നെ മതിലുകൾ അതിഗംഭീരമായ കവിതയാണ്, വളരെ നർമ്മവും ഒക്കെയുള്ള. പക്ഷേ ലോകത്തിന് മതിലുകൾ തന്നെ വായിക്കാം. ഓക്കെ. മതിലുകൾ. ഞാനും ഗാന്ധിയും രക്തസാക്ഷികളായത് ഇന്നാണ്, ആഘോഷിക്കണ്ടേ? അവൾ ചോദിച്ചു. ഒരു ജനുവരി 30-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഗാന്ധിക്ക് ചുമതല കൂടുകയാണ്. ഇനി നിങ്ങളുടെ വിവാഹ വാർഷികവും ഓർമ്മിക്കണം, അന്നാരോ ആശംസിച്ചു. ആ വെളിച്ചം അണഞ്ഞു അന്ന്.
കാമുകനും കാമുകിയും കളി നിർത്തി സ്വപ്നങ്ങളെ ആട്ടിത്തെളിച്ച് ആലയിൽ കയറ്റി വീട്ടിൽ കയറി. അന്ന് ഇടിവെട്ടിയിടും വണ്ണം സാക്ഷിയും വീണു. 2 പേരെക്കുറിച്ചുള്ള ആധിയെങ്കിലും മാറി ലോകവും സന്തോഷിച്ചു. മതിലിൻ്റെ ഇരുവശത്തും നിന്നുള്ള അന്ധമായ സല്ലാപം അന്ന് തീർന്നു. ഭുവനത്തിലെ എല്ലാ പനിനീർച്ചെടികളുമായിരുന്ന ആ പനിനീർ കമ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ ഉള്ളം കയ്യിൽ കുത്തിക്കയറുന്ന ഒരു വെറും മുൾക്കമ്പായി അന്ന് ഷൂട്ടിങ് കഴിഞ്ഞു. ആരോ ആ മതിൽ ഉന്തിക്കൊണ്ടുപോയി. 2 ഇടത്തായിരുന്നപ്പോൾ നന്നായി പ്രകാശിച്ചിരുന്ന 2 നക്ഷത്രങ്ങൾ അന്ന് ഒന്നായി. ഒന്നും ഒന്നായപ്പോൾ ഇമ്മിണി ചെറിയ ഒന്നായി. വലിയ സന്തോഷം. 2 ഇടത്തായി പ്രകാശിക്കുക കവിതാ വായനയിൽ വേറെ നിലയിൽ ഒരു എഴുത്തുകാരൻ അത് എഴുതുമ്പോൾ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് വായിക്കുമ്പോൾ ആ വായനയോട് ചേർന്ന് നിൽക്കുമ്പോൾ വേറൊരു ആഹ്ലാദം, പ്രകാശം ഭൂമിയിലെ മറ്റിടങ്ങളിൽ ആ വായന നൽകുന്നുണ്ട്. തീർച്ചയായും ഈ ലോകത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കിയത് നല്ല കവികളാണ്. അവരുപയോഗിച്ച ഭാഷ കൊണ്ടുകൂടി പുതുക്കപ്പെട്ടതാണ്. തീർച്ചയായും മാഡിസത്തിൻ്റെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണികളായി അല്ലെങ്കിൽ ഇതിൻ്റെ കേൾവിക്കാരായി മാറിയ എല്ലാവരും വായനയുടെ, കവിതയുടെ, കൽപ്പറ്റയുടെ വഴികളിലൂടെയും കൂടി ധ്യാനിച്ചാൽ തീർച്ചയായും പ്രബുദ്ധതയുടെ പുതിയ ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ചിറകുകൾ വിടരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.